ശബരിമല പ്രക്ഷോഭ കാലത്ത് യുവതീ പ്രവേശനത്തിനെതിരെ ശക്തമായ പൊതുജന സമരവും സംഘപരിവാർ സംഘടനകളും തെരുവിൽ പ്രക്ഷോഭം നടന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: ആള് കണ്ട് നിലപാടെടുക്കുന്ന പാർട്ടിയല്ല CPM, നിലപാട് കണ്ട് ആളെ കൂട്ടുന്ന പാർട്ടിയാണ് CPM. ഇതാണ് അന്നത്തെ സർക്കാരിന്റെ നിലപാട്. അത് കഴിഞ്ഞുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM അതിദാരുണമായ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തങ്ങൾ പുറത്തേക്ക് പോകാൻ പോകുന്നു എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോടിന് കുറുക്കൻ കാവലിരിക്കുക എന്ന് പറയുന്നത് പോലുള്ള കൗതുകപരമായ ഒരു അയ്യപ്പ സംഗമം നടത്താൻ തരത്തിലേക്ക് സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതാണെന്ന് പറയുകയും സർക്കാർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് സഹായമാണ് സർക്കാർ ചെയ്തത്? സർക്കാർ ഇതുവരെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ എടുത്ത ഏതെങ്കിലും നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ച് അത് പറ്റില്ല എന്ന് ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ വിശ്വാസങ്ങൾ സംരക്ഷിക്കുകയും വിശ്വാസങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ട പ്രവർത്തനം നടത്തുന്ന ദേവസ്വം ബോർഡിനെ കൊണ്ടുപോലും വിശ്വാസവിരുദ്ധമായ നിലപാടുകൾ, ആചാരവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രവും അതിന്റെ സർക്കാരുമാണ് കേരളത്തിലുള്ളത്. ആ സർക്കാർ ഒരു അയ്യപ്പ സംഘം മഹാകുംഭമേള എന്നുള്ളത് പോലെ ഒരു മഹാസംഗമം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും പൊട്ടിച്ചിരിച്ചു പോകും. കാരണം കേരളത്തിൽ നടക്കുന്ന സർക്കാരിന്റെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പോലും നടക്കുന്ന ഉത്സവങ്ങൾ പോലും നിയന്ത്രിക്കാനോ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനോ ശബരിമലയിൽ പോലും സീസൺ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ സർക്കാരിന് കഴിയുന്നില്ല. കേന്ദ്രം സ്വദേശി ദർശൻ വഴി പദ്ധതി വഴി നടപ്പിലാക്കിയ 100 കോടി രൂപ പോലും കൃത്യസമയബന്ധിതമായി ചിലവാക്കാൻ കഴിയാതെ പദ്ധതി ലാപ്സ് ആകുന്ന സാഹചര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ള സാഹചര്യം. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ സർക്കാർ ഇവിടെ ഉത്തർപ്രദേശിലെ മഹാകുംഭമേള മാതൃകയിൽ ഇവിടെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് എന്ന് പറയുന്നത് യാതൊരുവിധ വിശ്വാസികളോടോ പൊതുജനങ്ങളോടൊന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് വിജയനെയെങ്കിലും ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് തങ്ങൾക്ക് നേടണമെന്ന കൃത്യമായ നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റുകളും ഈ നിലപാടിലില്ല. എങ്കിൽ ആദ്യം സർക്കാർ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.